നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ലെസൺ ഇത് 20 ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ കേട്ട് പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവര് ഇന്ന് തന്നെ തുടങ്ങിക്കൊള്ളുക കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ നമ്മുടെ ബോർഡിൽ എഴുതിയിട്ടിരിക്കുന്നു, നോക്കൂ, ഡോണ്ട് യു ഫോർഗെറ്റ്, യു ഡോണ്ട് ഫോർഗെറ്റ്. ഇന്നലെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഈ ഫോർഗെറ്റിനെ കുറിച്ചായിരുന്നു ഇന്നലെ നമ്മൾ പഠിച്ചത്, അല്ലെ? അപ്പോ കമന്റ് ബോക്സിൽ കണ്ട ഒരു ഡൗട്ടാണ്, ഇവ തമ്മിൽ എന്താണ് വ്യത്യാസം? ഡോണ്ട് യു ഫോർഗെറ്റ്, യു ഡോണ്ട് ഫോർഗെറ്റ്. അപ്പോൾ ആ ആൾക്ക് മാത്രമല്ല, ചോദിച്ച ആൾക്ക് മാത്രമല്ല, പലർക്കും തോന്നിയൊരു സംശയമായിരിക്കും ഇത്. കാരണം ഞാൻ ക്ലാസ് എടുത്തപ്പോഴേ പറഞ്ഞു, ഫോർഗെറ്റ് എപ്പോഴും എല്ലാവർക്കും സംശയം വരുന്നൊരു കാര്യമാണെന്ന്. ഇത് തമ്മിൽ എന്താ വ്യത്യാസം? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് പറയൂ, ഇത് തമ്മിൽ എന്താ വ്യത്യാസം? എന്താണ് ഇവിടെ വന്നിരിക്കുന്നത്? എന്താ? ഡോണ്ട് ആണ് ഇവിടെ, അല്ലേ? ഇവിടെ വന്നിരിക്കുന്നത് എന്താ? യു ആണ്. ഇവിടെ വന്നത് എന്താ? ഡോണ്ട്, ഓക്സിലറി ആണ്. അത് ആദ്യം വന്നപ്പോൾ അത് എന്താണ്? ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഡോണ്ട് യു ഫോർഗെറ്റ്, നീ മറക്കല്ലേ എന്നാണ്. മറക്കല്ലേ, ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ആണോ? ഡോണ്ട് യു ഫോർഗെറ്റ്, നീ മറക്കല്ലേ. യു ഡോണ്ട് ഫോർഗെറ്റ്, നീ മറക്കരുത്. ഇതാണ് ഈ ഫോർഗെറ്റിന്റെ കാര്യത്തിൽ എപ്പോഴും നമുക്ക് വരുന്ന സംശയങ്ങൾ. അർത്ഥങ്ങളെല്ലാം ഒന്ന് തന്നെയാണ് ഫോർഗെറ്റ്. അപ്പോൾ ഡോണ്ട് യു ഫോർഗെറ്റ്, നീ മറക്കല്ലേ. യു ഡോണ്ട് ഫോർഗെറ്റ്, നീ മറക്കരുത്. വ്യത്യാസം ഉണ്ടോ? സെന്റൻസുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്, പക്ഷെ അർത്ഥ വ്യത്യാസം ഉണ്ടോ? അത് നിങ്ങൾ തീരുമാനിക്കുക. ഡോണ്ട് യു ഫോർഗെറ്റ് എന്ന് പറഞ്ഞാൽ മറക്കല്ലേ, യു ഡോണ്ട് ഫോർഗെറ്റ് എന്ന് പറഞ്ഞാൽ മറക്കരുത് എന്നാണ് അർത്ഥം. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ? ചോദിച്ച ഞങ്ങൾക്കും ഇതേപോലെ സംശയം മനസ്സിൽ വെച്ചിരിക്കണം, എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി ഇത് ആദ്യം കണ്ടവർക്കാണെങ്കിൽ ലെസൺ 18 കണ്ടു നോക്കുക. 18 or 19 അതിലേതോ ഒന്നാണ്, ഫോർഗെറ്റ് ആണ് അതിന്റെ ക്ലാസ്സിൽ. നിങ്ങൾ ഇതൊന്ന് കേട്ട് നോക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോകാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വേർബ് എന്താണെന്നാണ്. വേർബ് അത്രയ്ക്കധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വേർബ്. എനിക്ക് പല കമന്റ് ബോക്സിലും പല ക്ലാസ്സുകളുടെ ഇടയിലും ഞാൻ കണ്ടു, വേർബ് എന്താണെന്ന് പറഞ്ഞു തരുമോ, എന്താണ് ട്രാൻസിറ്റീവ് വേർബ്, അല്ലെങ്കിൽ എങ്ങനെയാണ് റെഗുലർ വേർബ് തിരിച്ചറിയുക, വേർബ് എന്താണ് എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ. അപ്പോൾ ആ സംശയങ്ങൾക്കെല്ലാം ഉള്ളൊരു മറുപടിയാണ് ഈ ഒരൊറ്റ ക്ലാസ് വേർബ്. വേർബ് എന്ന് പറഞ്ഞാൽ എന്താ? ശ്രദ്ധിച്ചിരിക്കുക, ഇത് മുതിർന്നവർക്ക് മാത്രമല്ല കുട്ടികൾക്കും ഒക്കെ പ്രയോജനപ്പെടും കേട്ടോ. വേർബ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി. പ്രവൃത്തിയാണ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെയാണ് പ്രവൃത്തി എന്ന് പറയുന്നത്. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചു വെച്ച് ക്രിയ അങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയില്ല, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും പ്രവൃത്തി എന്നാണ് പറയുന്നത്. പ്രവൃത്തി. അപ്പൊ നമ്മൾ ചെയ്യുന്ന കുറച്ച് പ്രവൃത്തികൾ പറയും. നമ്മൾ ഡ്രൈവ് ചെയ്യും, അല്ലേ? പിന്നെ നമ്മൾ എന്താ? പടം വരയ്ക്കും, ഡ്രോ. പിന്നെ പച്ചക്കറിയൊക്കെ മുറിക്കും, റൈറ്റ്? പിന്നെ നമ്മൾ എന്താണ്? ഓക്കെ, ഈ 3 മതി. ഇതാണ് ഡ്രൈവ്, ഡ്രോ, കട്ട്, അല്ലെ? ഇതെന്ന് വെച്ചാൽ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കുക, ഡ്രോ വരയ്ക്കുക, കട്ട് എന്ന് പറഞ്ഞാൽ മുറിക്കുക. ഇതെല്ലാം പ്രവൃത്തിയാണ്. ഇനി നിങ്ങൾക്ക് സംശയം വരണ്ട. തിങ്ക്, ചിന്തിക്കുക, ഫീൽ, അനുഭവിക്കുക, ഇതെല്ലാം എന്താണ്? പ്രവൃത്തിയാണ്. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന പ്രവൃത്തിയാണ്. അപ്പൊ നമുക്ക് എന്താണ്? വേർബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നടക്കുന്നതുമാകാം, നമ്മൾ ചെയ്ത് കാണിക്കാൻ പറ്റുന്നതുമാകാം. ആ പ്രവൃത്തികൾക്കാണ് ദാറ്റ് ഈസ് വേർബ്. അതാണ് വേർബ്. അപ്പോ ഇനി വേർബ് ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡ്രൈവ്, ഡ്രോ, കട്ട് എന്നൊക്കെ ഇത്രയും ഭാഗം എന്താണ്? നമ്മൾ നമ്മുടെ കൈ കൊണ്ട് കാല് കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അതിനെ നമ്മൾ ആക്ഷൻ വേർബ് എന്ന് പറയുന്ന കാര്യം എന്താ? അത് ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലെ? അതുകൊണ്ട് നമ്മളൊരു ആക്ഷൻ. നിങ്ങൾ അറിയേണ്ട, കുട്ടികൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പേര് പറഞ്ഞത്. തിങ്ക്, ഫീൽ എന്നുള്ളത് എന്താണ്? ഉള്ളിൽ നടക്കുന്നതാണ്, അല്ലെ? അതിനെ നമ്മൾ മെന്റൽ ആക്ഷൻ എന്ന് പറയും. മെന്റൽ. ഇതിനെ നമുക്ക് ഫിസിക്കൽ ആക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഫിസിക്കലാണ്, അല്ലെ? ഇങ്ങനെ കൈകൊണ്ട് കാലുകൊണ്ടൊക്കെ. ഇത് മെന്റൽ ആക്ഷൻ എന്ന് നമുക്ക് പറയാം. മെന്റൽ ആക്ഷൻ, കാരണം നമ്മുടെ ഉള്ളിൽ നടക്കുന്നതാണ്. ക്ലിയർ ആയല്ലോ? വേർബ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഇനി സംശയം ആർക്കും ഇല്ലല്ലോ? ചെയ്യുന്ന പ്രവൃത്തികൾക്കാണ് വേർബ് എന്ന് പറയുന്നത്. ഇനി വേർബിന് പല ഫോമുകളുണ്ട്. അപ്പൊ നിങ്ങൾ ഞാൻ എഴുതിക്കോ. വേർബിന്റെ ഫസ്റ്റ് ഫോം എന്ന് പറയുന്നത് V1. അതിനെ നമ്മൾ ബേസ് ഫോം ഓഫ് ദ വേർബ് എന്ന് പറയും. നിങ്ങൾ എഴുതൂ, V1നെ തന്നെയാണ് നമ്മൾ ബേസ് ഫോം ഓഫ് ദ വേർബ്. ബേസ് ആണത്. ഈ V1 നമ്മൾ ഉപയോഗിക്കുന്നത് പ്രസന്റ് ടെൻസിലാണ്.
പ്രസന്റ്. കാരണം എന്താ, ഓരോ വേർബ് നമുക്ക് അതിനു മുമ്പേ ഒരു കാര്യം പറയട്ടെ. ഈ വേർബ് നമ്മുടെ ഇംഗ്ലീഷ് സെന്റൻസിൽ എവിടെയാണ് വരിക? സബ്ജക്റ്റ് കഴിഞ്ഞ പടിയ വേർബ് വേണം, വേർബ് ഉണ്ടായിരിക്കണം. മസ്ക എന്താണ്? സബ്ജക്റ്റ് കഴിഞ്ഞ പടിയ വേർബ് ഉണ്ട്. പക്ഷെ മലയാള സെന്റൻസിൽ എവിടെയാണ് വേർബ് വരിക? സെന്റൻസ് തീരുമ്പോഴാണ് അവസാനം. പക്ഷെ ഇവിടെ എവിടെയാണ്? സബ്ജക്റ്റ് കഴിഞ്ഞ പടി വേർബ്. അപ്പൊ നിങ്ങൾക്ക് അത് ഓർക്കാലോ, മലയാള സെന്റൻസിന്റെ അവസാന ഭാഗം നമുക്ക് എന്താണ്? വേർബാണ്. അപ്പൊ ഈ വേർബ് എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഏത് ടെൻസിലാണ്? പ്രസന്റ് ടെൻസിലാണോ, പാസ്റ്റ് ടെൻസിലാണോ, ഫ്യൂച്ചറിലാണോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വേർബിനെ നമ്മൾ നോക്കിയിട്ടാണ്. അത്രയ്ക്കധികം പ്രധാനമാണ് വേർബ് എന്ന് പറയുന്നത്. അപ്പോൾ V1 ഞാൻ പറഞ്ഞു ബേസ് ഫോം ആണ്, അത് പ്രസന്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്. അഗൈൻ V2 എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്, അതായത് കഴിഞ്ഞ കാര്യങ്ങൾ പറയാനാണ് നമ്മൾ V2 ഉപയോഗിക്കുന്നത്. എഴുതി വെച്ചു നിങ്ങൾ. V2 ഉപയോഗിക്കുന്നത് പാസ്റ്റ്. V3 ഉപയോഗിക്കുന്നത് പെർഫെക്റ്റ്. ഞാൻ ഈ V3 എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഇപ്പം ഇവിടെ വരും. നിങ്ങൾ അതൊന്ന് കേട്ട് പഠിക്കുക. V3 ശരിക്കും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഞാൻ തരുന്ന ലിങ്ക് കേട്ട് പഠിക്കുക. V4 എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി നമ്മൾ സ്കൂളിൽ ഇത്രയും മാത്രമേ ലേൺ ചെയ്തിട്ടുള്ളൂ. V1, V2, V3 പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞ് നമ്മളൊന്ന് അവസാനിച്ചു. പക്ഷേ അല്ല, V4 ഉണ്ട്. അതെന്താണ്? കണ്ടിന്യൂസ്. V5 ഉണ്ട്. യെസ് ഫോം ഓഫ് ദ വേർബ് എന്നതിനെ പറയും. എസിന്റെ വേർബിന്റെ യെസ് ഫോം. V1 എന്ന് പറയുന്നത് ബേസ് ഫോം ആണ്. അപ്പൊ നമ്മളിവിടെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഡ്രൈവ് ആണ് V1, കാരണം അതിന്റെ ബേസ് ഫോം ഇങ്ങനെയാണ്. ആ വാക്കിരിക്കുന്നത്, നമ്മളൊന്നും ചെയ്തിട്ടില്ല. V2 എന്ന് പറയുന്നത് പാസ്റ്റ്, കഴിഞ്ഞു പോയി. ഡ്രൈവിന്റെ V2 ആണ് എന്ത്? DROVE, കഴിഞ്ഞു. I drove the car, ഞാൻ കാർ ഓടിച്ചു. ഇനി V3 പെർഫെക്റ്റ് ടെൻസ് ഞാൻ പറഞ്ഞു, നിങ്ങൾ അത് കേൾക്കണം. V3 ഹാസിന്റെയോ ഹാവിന്റെയോ ഹാഡിന്റെയോ കൂടിയ നിൽക്കുള്ളൂ. തനിച്ച് നിന്നാൽ V3ക്ക് ഒരു അർത്ഥമില്ല. അപ്പൊ നമുക്ക് ഹാസ് അല്ലെങ്കിൽ ഹാവ് ഡ്രിവൺ എന്ന് വേണം പറയാം. ഹാസ് അല്ലെങ്കിൽ ഹാവ് ഡ്രിവൺ അല്ലെങ്കിൽ ഹാഡ് ഡ്രിവൺ. ഐ ഹാഡ് ഡ്രിവൺ, ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി V4 എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് എന്ന് പറയുന്നത് ING ആണ്. അപ്പൊ എങ്ങനെ പറയും? ഐ ആം ഡ്രൈവിംഗ്, DRIVING, വണ്ടി ഓടിക്കുകയാണ്, ഡ്രൈവിംഗ് എന്നാവും. ഇനി എസ് ഫോം ഓഫ് ദ വേർബ് V5, ഇത് എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? പ്രസന്റ് ടെൻസിലാണ് ഈ എസ് ഫോം ഓഫ് ദ വേർബ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് സബ്ജക്റ്റ് സിംഗുലർ ആണ് എങ്കിൽ ഷീ ഡ്രൈവ്സ്. ഷീ ഡ്രൈവ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഷീ ഡ്രൈവ്സ്, അവള് വണ്ടി ഓടിക്കുന്നു. അതായത് എവിടെയാണ് എസ് ഫോം? എഴുതി വെക്കുക. എസ് ഫോം ഓഫ് ദ വേർബ്, അതായത് V5 നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ സബ്ജക്റ്റ് സിംഗുലർ ആണ് എങ്കിൽ. സിംഗുലർ സബ്ജക്റ്റ് ഏതൊക്കെയാണ്? അപ്പൊ ഐ സിംഗുലർ അല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഐ ഈ ഒരു നിയമത്തിൽ സിംഗുലർ അല്ല, അത് മനസ്സിലാക്കി വെക്കാം. ഹി, ഷീ, ഇറ്റ്, ഒരു പേര്, ഇവരുടെ കൂടെ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വേർബിന് നമ്മൾ യെസ് ചേർക്കണം. ഹി, ഷീ, ഇറ്റ്, ഒരേ ഒരു നെയിം, ഇവരുടെ കൂടെ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ യെസ് ചേർക്കണം. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്താണ്? V1 പ്രസന്റ് ടെൻസ് ബേസ് ഫോം ആണ്, V2 പാസ്റ്റ് ടെൻസ്, V3 പെർഫെക്റ്റ് ടെൻസ്, V4 കണ്ടിന്യൂസ് ടെൻസ്, V5 എസ് ഫോം ഓഫ് ദ ടെൻസ്. അത് പ്രസന്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്. ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ, നമുക്ക് ഇനിയിപ്പോൾ ഈ V1, V2, V3 ഒന്ന് എക്സാമ്പിൾ പറയുവാണെങ്കിൽ എങ്ങനെ പറയാം? ഈ ഡ്രൈവ് വെച്ചിട്ട് തന്നെ പറയുകയാണെങ്കിൽ V1 എങ്ങനെ പറയാം? ഞാൻ വണ്ടി ഓടിക്കാറുണ്ട്. എങ്ങനെയാണ്? ഐ ഡ്രൈവ് ദ കാർ. കാർ ഓടിക്കാറുണ്ട്. ഐ ഡ്രൈവ് ദ കാർ. ഞാൻ വണ്ടി ഓടിക്കാറില്ല. ഐ ഡോണ്ട് ഡ്രൈവ് ദ കാർ. നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് അല്ലേ? ഇനി ഒരാൾ ചോദിച്ചിരുന്നു വേർബ് കോൺജുഗേഷൻ എന്താണ് എന്ന്. വേർബ് കോൺജുഗേഷൻ എന്ന് പറയുന്നത് ഈ നിയമങ്ങൾ, അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു ഐ ഡ്രൈവ് ദ കാർ,
ഷീ ഡ്രൈവ്സ് ദ കാർ, എസ് ചേർത്തു. അവൾ വണ്ടി ഓടിക്കാറുണ്ട്, കാരണം V5 നമ്മൾ അവിടെ ചേർത്തു. ഇനി അതേപോലെ V2 പാസ്റ്റ്, ഐ ഡ്രോവ് ദ കാർ, ഞാൻ വണ്ടി ഓടിച്ചു. നേരെ ഐ ഡിഡ് ഡ്രൈവ് ദ കാർ, ഞാൻ വണ്ടി ഓടിച്ചു. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഡു, ഡസ്, ഡിഡ് ക്ലാസ്സുകൾ ശ്രദ്ധിക്കുക. V3 ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ട്. V3 നമ്മൾ പഠിച്ചിട്ടില്ല. ഐ ഹാവ് ഡ്രിവൺ ദ കാർ, ഐ ഹാവ് ഡ്രിവൺ ദ കാർ. V4 ഐ ആം ഡ്രൈവിംഗ്, വണ്ടി ഓടിക്കുകയാണ്. ഷി ഈസ് ഡ്രൈവിംഗ്, വണ്ടി ഓടിക്കുകയാണ്. V5 എസ് ഫോം ഓഫ് ദ വെർബ്, ഷി ഡ്രൈവ്സ്, ഹി ഡ്രൈവ്സ്, രാജു ഡ്രൈവ്സ്, ഷീല ഡ്രൈവ്സ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ക്ലിയർ ആയില്ലേ? ഇനി വേർബിൻ്റെ കുറച്ച് നമ്മൾ പല രീതിയിൽ നമുക്ക് വേർബിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. പല വേർബുകളുണ്ട്, നമുക്ക് അതൊക്കെ എന്താണെന്ന് ഒന്ന് നോക്കാം. അപ്പൊ നോക്കൂ, ട്രാൻസിറ്റീവ് വേർബും ഉണ്ട്, ഇൻട്രാൻസിറ്റീവ് വേർബും ഉണ്ട്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ കമന്റ് ബോക്സിൽ കണ്ടു. ഞാൻ ആരോടാണ് ആരെ എന്ത് എന്നൊക്കെ ചോദിക്കേണ്ടത്. ഇപ്പൊ പറഞ്ഞു തരാം. ട്രാൻസിറ്റീവ് വേർബും ഇൻട്രാൻസിറ്റീവ് വേർബും അതറിയണമെങ്കിൽ ആദ്യം ഒബ്ജക്റ്റ് എന്താണെന്ന് അറിയണം. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രവൃത്തി സ്വീകരിക്കുന്ന ആ ആളോ വ്യക്തിയോ എന്തെങ്കിലും ആകും, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിന്റെ ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്, ലിങ്ക് തരാം, പഠിക്കുക. ഞാൻ ഈ ലിങ്ക് തരുന്നത് നിങ്ങൾ കേൾക്കണം, അത് പഠിക്കണം. അല്ലെ അത് പിന്നെ കേൾക്കാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഒബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലാകാതെ പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് നിങ്ങൾ മനസ്സിലാക്കണം. നേരത്തെ പറഞ്ഞു V3, അത് ഞാൻ വെറുതെ പറയണമെന്നല്ല, അത് മനസ്സിലാക്കണം നിങ്ങൾ. ഓക്കെ, ട്രാൻസിറ്റീവ്, ഇൻട്രാൻസിറ്റീവ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ട്രാൻസിറ്റീവ് വേർബ് എന്ന് പറഞ്ഞാൽ അതിലെന്തുണ്ട്? ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ ഒബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാതെ നമുക്ക് ഒബ്ജക്റ്റ് പറയാൻ പറ്റില്ലല്ലോ. ഇൻട്രാൻസിറ്റീവ് വേർബില് ഒബ്ജക്റ്റ് ഇല്ല, ആവശ്യമില്ല. എഴുതുക. ട്രാൻസിറ്റീവിൽ എന്തുണ്ട്? ഒബ്ജക്റ്റ് ഉണ്ട്. ഇൻട്രാൻസിറ്റീവിൽ എന്തില്ല? ഒബ്ജക്റ്റ് ഇല്ല. ഇനി ഞാനൊരു സെന്റൻസ് എഴുതുകയാണ്, ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഷീ വാച്ച്ഡ് എ മൂവി. നമ്മൾ വേർബ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇതിലെ വേർബ് ഏതാണെന്ന് നിങ്ങൾ പറയൂ. വേർബ് ഏതാണ്? വാച്ച്ഡ്. ഇത് ഏത് വേർബാണ്? V1 ആണോ, V2 ആണോ, V3 ആണോ, V5 ആണോ? ഏതാണ്? V2 ആണ് അല്ലേ? ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണമാണ്, പക്ഷെ ചിലവർക്ക് ഇത് അറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. വേർബ് എന്താണ് അറിയത്തില്ലാത്തവരുണ്ട്. അപ്പം നിങ്ങൾ അറിയുന്നവരൊന്ന് ക്ഷമിക്കുക. എന്തിനാ ഇത്രയും ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണവരെ പറയുന്നതെന്ന് അറിയുന്നവരൊന്ന് ക്ഷമിക്കുക. അറിയത്തില്ലാത്തവരും ഉണ്ട്, അവർക്ക് വേണ്ടിയാണ് കേട്ടോ. ഷീ വാച്ച് എ മൂവി. എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തൊന്നും പഠിക്കാൻ പറ്റുന്നവരൊന്നും അല്ല. അപ്പം അവരിങ്ങനെ കേട്ടത് മനസ്സിലാക്കട്ടെ. അപ്പോൾ അറിയുന്നവരൊന്ന് എന്നോട് ക്ഷമിക്കട്ടെ. ഇത്രയും ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് എന്നോട് ക്ഷമിക്കാം. ഷീ വാച്ച്ഡ്, V2 ആണ് ഇവിടുത്തെ വേർബ്. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താ? കാണുക. V2 എന്നപ്പോ കണ്ടു അല്ലെ? അവൾ കണ്ടു ഒരു സിനിമ. അവൾ കണ്ടു ഒരു സിനിമ. ഇതിന് നമ്മൾ ട്രാൻസിറ്റീവ് വേർബ് ആണോ, ഇൻട്രാൻസിറ്റീവ് വേർബ് ആണോ, വേർബ് ആണോ എന്നാണ് ചോദിക്കേണ്ടത് അല്ലെ? അപ്പൊ അവരെന്നോട് ചോദിച്ചത് ആരോടാ ചോദിക്കേണ്ടത്? സബ്ജക്റ്റിനോടാണോ, ഒബ്ജക്റ്റിനോടാണോ? ആരോടാ ചോദിക്കണ്ടേ? വേർബല്ലേ നമ്മൾ കണ്ടുപിടിക്കുന്നത്. വേർബിനോട് വേണം നമ്മൾ ചോദിക്കാൻ. എന്തെന്ന് ചോദിക്കണം? ആരെ അല്ലെങ്കിൽ എന്ത് എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. ട്രാൻസിറ്റീവ് വേർബ് ആണോ, ഇൻട്രാൻസിറ്റീവ് വേർബ് ആണോ എന്ന് അറിയാൻ വേണ്ടി വേർബിനോട് നമ്മൾ ചോദിക്കണം ആരെ അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കണം. അപ്പോൾ ഒബ്ജക്റ്റ് ഉത്തരമായി നമുക്ക് കിട്ടണം. ഇപ്പൊ ഞാൻ ഇവിടെ ചോദിക്കാൻ പോവാണ്, ആരെ കണ്ടു? ആര് കണ്ടു എന്നല്ല, ആരെ കണ്ടു? മൂവിയെ കണ്ടു ഇല്ല. എന്തു കണ്ടു? സിനിമ കണ്ടു, മൂവി. കറക്റ്റ്. അപ്പൊ ഇവിടെ എന്തുണ്ട്? ഒബ്ജക്റ്റ് ഉണ്ട്. ഇതെന്ത് വേർബാണ്? ട്രാൻസിറ്റീവ് വേർബാണ്. ക്ലിയർ? ആരെ കണ്ടു? എന്ത് കണ്ടു? സിനിമ കണ്ടു. അത് ട്രാൻസിറ്റീവ് വേർബാണ്. ക്ലിയർ? അപ്പൊ ഞാൻ വേറൊരു സെന്റൻസ് കൂടി എഴുതാം. ഷീ വാച്ച്ഡ് perfectly
ഷീ. വേർബ് ഇതാണ്, V2 ആണ്. അവൾ കണ്ടു. പെർഫെക്റ്റ്ലി, വ്യക്തമായി കൃത്യമായിട്ടും അവൾ കണ്ടു. ഇത് ട്രാൻസിറ്റീവ് വെർബ് ആണോ ഇൻട്രാൻസിറ്റീവ് ആണോ? നമുക്ക് എന്താ ചോദിക്കണ്ടേ? ആരെ കണ്ടു? വ്യക്തമായി. എന്തു കണ്ടു? വ്യക്തമായി. എന്ത് കണ്ടു? എന്തെങ്കിലും സാധാരണ നമ്മൾ കാണണമല്ലോ, ഒന്നും കണ്ടില്ല. അപ്പൊ ഇതെന്താണ്? ഇവിടെ ഈ വാച്ചിയുടെ എന്താണ്? ഇൻട്രാൻസിറ്റീവ് വെർബാണ്. ക്ലിയർ? ഇൻട്രാൻസിറ്റീവ് വെർബാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? കുറേയൊക്കെ തിരിച്ചറിയാനുള്ള ഒരു എളുപ്പം. ഈ വേർബ് കഴിഞ്ഞാൽ ഉടൻ നമുക്ക് എന്ത് വരും? ഒന്നെങ്കിൽ ഒരു നൗൺ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ ഇവിടെ എന്താ വന്നത്? ആഡ്വേർബ് ആണ് വന്നത്. ആഡ്വേർബ്. ഇനി എന്താണ് ആഡ്വേർബ്? ആഡ്വേർബ് എന്ന് പറയുന്നത് നമ്മുടെ വേർബിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ആഡ്വേർബിന്റെ ക്ലാസ്സും ഞാൻ എടുത്തിട്ടുണ്ട്, നിങ്ങൾ അത് കേൾക്കണം കേട്ടോ. ഇപ്പൊ ഞാൻ ആഡ്വേർബ് എല്ലാം എന്താണെന്ന് പറഞ്ഞു പോയി സമയം പോകും. ആഡ്വേർബ് എന്ന് പറയുന്നത് ഈ വേർബ് എങ്ങനെ ചെയ്തു, എന്ത് ചെയ്തു എന്ന്, അതായത് വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യണതാണ് ആഡ്വേർബ് എന്ന് പറയും. ആഡ് വേർബ്. അപ്പോൾ വാച്ച് ചെയ്തു, നന്നായിട്ടാണ് ഞാൻ വായിച്ചത്, അത് എന്താണ്? ഇൻട്രാൻസിറ്റീവ് വേർബാണ്. ഇത് ആഡ്വേർബ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അത് ഇൻട്രാൻസിറ്റീവ് വേർബാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. രാജു സിംഗ് എ സോങ്. ആദ്യം നിങ്ങൾ ഈ സെന്റൻസ് ശരിയാണോ തെറ്റാണോ എന്ന് പറയണം. സിംഗ്, ഇതിനകത്തെ വേർബ് ഏതാണ്? പാടുക എന്ന വേർബാണ് ഇവിടെ ഉള്ളത്. ഇത് ഏത് ഫോമാണ്? V1 ഫോമാണ്. അപ്പം V1 ഫോമാണ് നമുക്ക് മനസ്സിലായി. V1 ഫോം ഏത് ടെൻസിലാണ്? പ്രസന്റ് ടെൻസിൽ. രാജു സിംഗുലർ ആണ്. ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ? ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. എസ് ചേർക്കണം. അതാണ് യെസ് ഫോം ഓഫ് ദ വേർബ്. യെസ് ഫോം ഓഫ് ദ വേർബ് V5 ആണ്. കാര്യം എന്താ? രാജു സിംഗുലർ ആണ്. യെസ് ഫോം ഓഫ് ദ വേർബ് പ്രസന്റ് ടെൻസിലാണ്. അപ്പൊ രാജു സിംഗ്സ് എ സോങ്. ഇത് ട്രാൻസിറ്റീവ് ആണോ ഇൻട്രാൻസിറ്റീവ് ആണോ? പറയൂ, നിങ്ങൾ പറയൂ. ഇറ്റ് ഈസ് ട്രാൻസിറ്റീവ് ആണ്. കാരണം ചോദിക്കൂ, വേർബിനോട് നിങ്ങൾ ചോദിക്കൂ. എന്തെന്ന് ചോദിക്കണം? ആരെ. ആര് പാടി എന്നല്ല നമ്മൾ ചോദിച്ചത്. ആരെ, ആരെ പാടിസ്. ഈ ഭാഗത്തോട്ട് നിങ്ങൾ പോകരുത്. സബ്ജക്റ്റിന്റെ ഭാഗത്തോട്ട് ട്രാൻസിറ്റീവ് ആണോ ഇൻട്രാൻസിറ്റീവ് ആണോ എന്ന് അറിയാൻ നിങ്ങൾ പോകരുത്. ഇങ്ങോട്ടാണ് പോകേണ്ടത്. ആരെ പാടി, എന്തു പാടി, ഓക്കെ, സോങ് പാടി. അപ്പൊ അതെന്താണ്? ട്രാൻസിറ്റീവ് വേർബാണ്. ഇനി അതേപോലെ രാജു sang loudly. വേർബ് ഏതാണ്? അതാദ്യം നിങ്ങൾ പറയുക. വേർബ് ഏതാണ്? V2 ആണ്. അപ്പൊ പാടി ഇതെന്താണ്? അപ്പൊ പറയും രാജു ഉറക്കെ പാടി. പാടി കഴിഞ്ഞു അല്ലെ? രാജു sang loudly. രാജു ഉറക്കെ പാടി. അപ്പൊ എന്താണ്? ട്രാൻസിറ്റീവ് ആണോ ഇൻട്രാൻസിറ്റീവ് ആണോ എന്ന് പറയൂ നിങ്ങൾ. ചോദ്യം ചോദിക്കൂ. ആരോടാണ് ചോദിക്കേണ്ടത്? ആരെ പാടി, എന്ത് പാടി. അപ്പൊ അതെന്താണ്? ഇൻട്രാൻസിറ്റീവ് ആണ്. ഇനി ആരോടാണ് നമ്മൾ ആരെ എന്തെന്ന് ചോദിക്കേണ്ടത്? ഈ ഒരു ഭാഗത്തിനോടല്ല, കാരണം നമ്മൾ വേർബ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. വേർബിനോടാണ് ചോദിക്കേണ്ടത് ആരെ എന്ത് എന്ന് ചോദിക്കേണ്ടത്. അപ്പൊ ഇനി നിങ്ങൾക്ക് ഒരിക്കലും ട്രാൻസിറ്റീവ് വേർബ് ഇൻട്രാൻസിറ്റീവ് വേർബ് എന്താണെന്ന് മാറിപ്പോകല്. ആര് എന്നല്ല ചോദിക്കേണ്ടത്. ആര് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും. ആരെ എന്നാണ് ചോദിക്കേണ്ടത്. എന്ത് എന്നാണ് ചോദിക്കേണ്ടത്. നിങ്ങൾക്ക് മാറിപ്പോയില്ല. ആര് എന്ന് ചോദിക്കരുത്. ആരെ എന്ത്. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ. നമ്മൾ ഞാനിവിടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. വേർബ് ഒത്തിരി ഉണ്ട് പഠിക്കാൻ, പക്ഷെ നീണ്ടു പോവുകയാണ്. അപ്പോൾ വേർബ് നമ്മൾ എന്താണെന്ന് പഠിച്ചു, പ്രവൃത്തിയാണെന്ന് പഠിച്ചു. അതേപോലെ V1 എന്ന് പറയുന്ന പ്രസന്റ് ടെൻസ്, V2 പാസ്റ്റ്, V3 പെർഫെക്റ്റ് വളരെ കൃത്യമായി പഠിക്കാൻ ഞാൻ അതിന്റെ ലിങ്ക് തന്നു. V4 V5 ആൻഡ് ഓൾസോ ട്രാൻസിറ്റീവ് വേർബ് ഇൻട്രാൻസിറ്റീവ് വേർബ്. ട്രാൻസിറ്റീവ് വേർബിന്റെ കൂടെ ഒബ്ജക്റ്റ് ഉണ്ട്, ഇൻട്രാൻസിറ്റീവ് വേർബിന്റെ കൂടെ ഒബ്ജക്റ്റ് ഇല്ല. ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ.
അപ്പോൾ അടുത്ത ദിവസം വേർബിന്റെ ക്ലാസ് തന്നെയാണ്. ഞാൻ പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞിട്ടേക്കാം. അതുകൊണ്ട് ഇനി ചോദിച്ച കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരാൾ വേർബ് കോൺജുഗേഷൻ ചോദിച്ചിരുന്നു, അതുകൂടെ ഞാൻ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് എടുത്തു തരാം. അപ്പോൾ ഇന്ന് വേർബിന്റെ 1 നിങ്ങൾക്ക് നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ പറയുക. അടുത്ത ദിവസം തന്നെ അടുത്ത ക്ലാസ്സും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ബുക്കിൽ എഴുതി നന്നായിട്ട് ശ്രദ്ധിച്ച് നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് കമന്റ് ബോക്സിൽ കൊടുക്കുന്ന സെന്റൻസ് ട്രാൻസിറ്റീവ് ആണോ ഇൻട്രാൻസിറ്റീവ് ആണോ എന്നും കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ.